പൈത്തൻ്റെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഓപ്പറേറ്റർ ദ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമ്മളിത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഡിഫറെൻറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനുമായിട്ടുള്ള ബേസിക് ഓപ്പറേഷനിൽ നമ്മൾ എ ഈക്വൽ ടു 10 അല്ലെങ്കിൽ ബി ഈക്വൽ ടു സം സ്ട്രിങ് വാല്യൂ കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. സോ സിമ്പിളായിട്ട് ഈക്വൽ സിമ്പിൾ ഇട്ടിട്ട് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം എക്സിൻ്റെ അത് 20 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻറ്റിജർ ഓർ ഫ്ലോട്ട് എനിക്ക് സ്റ്റോർ ചെയ്യാം, എന്നിട്ട് പിന്നീട് അത് പ്രിൻറ്റ് ചെയ്ത് കാണാനും സാധിക്കും. സോ അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ക്ലാസ്സാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. സോ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നത് എപ്പോഴും ഒരു ബൂളിയൻ വേരിയബിൾ ആയിരിക്കും, അതായത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത്. സോ കമ്പാരിസണിൽ നമുക്ക് ഏകദേശം വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു. സോ ഇത്രയുമാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എ ഈക്വൽ ടു 10 ആൻഡ് ബി ഈക്വൽ ടു 10 കൊടുത്തിട്ട് ഈസ് ബോത്ത് ഹാവിങ് സെയിം കണ്ടൻറ്റ് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് എ ഡബിൾ ഈക്വൽസ് ബി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. സോ സെയിം കണ്ടൻറ്റ് ആയതുകൊണ്ട് ഐ വിൽ ഗെറ്റ് ട്രൂ. സോ കമ്പാരിസൺ ഓപ്പറേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ വരുന്ന ഈക്വൽസ് രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ അല്ലെങ്കിൽ രണ്ട് വേരിയബിളിലുള്ള കണ്ടൻറ്റ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഡബിൾ ഈക്വൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ നമ്മൾ ഒരു സിംഗിൾ ഈക്വൽ സിമ്പിളേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് അബൌട്ട് ഈക്വൽ ആണോ എന്ന് നോക്കുന്നത്. നോട്ട് ഈക്വൽ ടു ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്ക്ലമേഷൻ സിമ്പിൾ ഫോളോഡ് ബൈ ഈക്വൽ. സോ ഇവിടെ എക്സിൻ്റെ അകത്ത് 10ഉം വൈക്കകത്ത് 20ഉമാണുള്ളത്. ഐ ക്യാൻ ചെക്ക് വെദർ എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 20. സോ ഈ കേസിൽ 10ഉം 20ഉം ഈക്വൽ അല്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ട്രൂ ആകുവാണ് ഇവിടെ ചെയ്യുക. നേരെ മറിച്ച് വൈ നോട്ട് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ഫോൾസ്, ബിക്കോസ് 20 ഈസ് ഈക്വൽ ടു 20. കാരണം വൈക്കകത്തും 20 ആണുള്ളത്, അത് സെയിം ആസ് 20 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ നെഗേഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ആ കേസിൽ അത് ഫോൾസ് വരും. അതുപോലെ നമുക്ക് ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യാം, അതായത് എക്സ് 10ഉം വൈ 20 ആണെന്നുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ എന്നാണ് ഇത് നോക്കുന്നത്, വിച്ച് ഈസ് ഓഫ് കോഴ്സ് ഫോൾസ്. ദെൻ അതിന് നേരെ റിവേഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണോ എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കതിന് ട്രൂ കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ തിങ്സ് കമ്പയർ ചെയ്യാം, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. സോ അത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ അകത്ത് 15 ആൻഡ് വൈയുടെ അകത്ത് 20. സോ ഈ കേസിൽ എക്സ് അതായത് 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, വിച്ച് ഈസ് ഓഫ് കോഴ്സ് ഫോൾസ് ആണ് വരിക. നേരെ മറിച്ച് ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ഈസ് 25 ആൻഡ് വൈ ഈസ് 20 ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് മെറ്റ്, വിച്ച് വി വിൽ ഗെറ്റ് ട്രൂ. ഓൾസോ എക്സ് 20 ആൻഡ് വൈ ഈസ് ഓൾസോ 20 ആകുമ്പോഴും വി വിൽ ഓൾസോ ഗെറ്റ് ദിസ് ആസ് ട്രൂ. അതുപോലെ തന്നെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ജസ്റ്റ് 19 വന്നാലും ദിസ് വിൽ ബി ട്രൂ, 20 വന്നാലും ദിസ് വിൽ ബി ട്രൂ, ബട്ട് ഗ്രേറ്റർ ദാൻ 20 വന്നാൽ ദിസ് വിൽ ബി ഫോൾസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പറയുവാണെങ്കിൽ നമുക്കുള്ളത് ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, സോറി നോട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ നമുക്ക് സിമ്പിൾ ഈക്വൽ സിമ്പിൾ മാത്രമേ ഉള്ളൂ. കമ്പാരിസൺ ഓപ്പറേറ്ററിൽ നമുക്കുള്ളത് ഈക്വൽസ്, നോട്ട് ഈക്വൽസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ ആൻഡ് ഓർ നോട്ട്, നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സർക്യൂട്ട് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. അതായത് ലോജിക്കൽ ആൻഡ് ഓർ നോട്ട് ഓപ്പറേഷൻസ് ആണ് ഇതിൽ വരുന്നത്. സോ ആൻഡ് എപ്പോഴും ട്രൂ ആവുന്നത് ഐദർ ബോത്ത് കണ്ടീഷൻസ് ട്രൂ വരുമ്പോഴായിരിക്കും. ഇഫ് ഐദർ ഓഫ് ദം ഈസ് ഫോൾസ് ഇറ്റ് വിൽ ബി ഫോൾസ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഈ ഒരു ഓപ്പറേറ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഈസ് ഇഫ് ഐദർ ഓഫ് ദം ഈസ് ഫോൾസ് ഇറ്റ് വിൽ ബി ഫോൾസ്.
ഓക്കെ, രണ്ടും ഫോൾസ് ആയാലും ഇറ്റ് വിൽ ബി ഫോൾസ്. നേരെ മറിച്ച് ഓർ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി ഔട്ട്പുട്ട് ട്രൂ ആവാനായിട്ട്. സോ ദാറ്റ് കുഡ് ബി ലൈക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാവും റൈറ്റ് സൈഡിൽ വരുന്നതാവും, രണ്ടും ട്രൂ ആയാലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇനി നോട്ട് ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് നെഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിനെ നേരെ നെഗേറ്റ് ചെയ്ത് ഫോൾസ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. അതുപോലെ ഫോൾസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രൂ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, സോ ദെൻ വരുന്നത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഇത് നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു വേരിയബിളിലുള്ള ഒരു കണ്ടൻറ്റ് ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ പെടുന്ന, അതായത് ലിസ്റ്റ്, സ്ട്രിങ്, റേഞ്ച്, ദെൻ വാട്ട്, ടപ്പിൾ, ഇങ്ങനെയുള്ള സീക്വൻസ് ടൈപ്പിൽ വരുന്ന ഡാറ്റ ടൈപ്പിൽ പെടുന്ന ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അകത്തോ ലൈക്ക് ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നമുക്കൊരു വാല്യൂ പർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് മെയിനായിട്ട് രണ്ടെണ്ണമാണ് വരുന്നത്, ഇൻ ഓപ്പറേറ്ററും നോട്ട് ഇൻ ഓപ്പറേറ്ററും. സോ ഇവിടെ ഇഫ് 1 in 1 2 3 എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് 1 ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ വിച്ച് ഈസ് ഓഫ് കോഴ്സ് ട്രൂ, ഇറ്റ് വിൽ ബി ട്രൂ. നേരെ മറിച്ച് ഇഫ് 4 in കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോൾസ്, കാരണം 4 1 2 3 അകത്തില്ല. ഇതിൻ്റെ നേരെ നെഗറ്റീവ് ഇതാണ് നോട്ട് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ട്രൂ ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദിസ് ലിസ്റ്റ്. സോ ദ സെക്കൻഡ് കേസിൽ അത് ട്രൂ ആവും. സെയിം ഓപ്പറേഷൻ നമുക്ക് സ്ട്രിങ്ങിൻ്റെ അകത്തും യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സ് ഇൻ മലയാളം എന്ന് ചോദിച്ചാൽ നമുക്ക് വി വിൽ ഗെറ്റ് ഫോൾസ്, കാരണം എക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സ്ട്രിങ്ങിലില്ല. നേരെ മറിച്ച് എ എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി ലൈക്ക് ഒരു പ്ലേസിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലേസിലോ ആകാം. ദെൻ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ചെക്കിങ് ഇഫ് ബോത്ത് വേരിയബിൾസ് ആർ ഷെയറിങ് സെയിം മെമ്മറി സ്പേസ്. സോ ഇവിടെ a = 10 b = 10 എന്ന് കൊടുക്കുമ്പോൾ ലൈക്ക് ആക്ച്വലി ഒരു മെമ്മറി എഫിഷ്യൻസിക്ക് വേണ്ടി പൈത്തൺ ആക്ച്വലി സെയിം മെമ്മറി ലൊക്കേഷൻ രണ്ട് വാല്യൂം സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ a is b എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ട്രൂ കിട്ടും ഇഫ് ദേ ആർ ഷെയറിങ് ദ മെമ്മറി ലൊക്കേഷൻ. ഇവിടെ നമ്മൾ a = 10 ആൻഡ് b = 12 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. സോ a is b എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി ഫോൾസ് ആയിരിക്കും കിട്ടുക. ദെൻ അതുപോലെ തന്നെ ഇതിന് നെഗേഷൻ ഓപ്പറേഷൻ ഉണ്ട്, ഈസ് നോട്ട് എന്ന് പറയുന്നത്. സോ വാട്ട് എവർ ഈസ് ഓപ്പറേറ്ററിൽ കിട്ടുന്നതിൻ്റെ നേരെ നെഗേഷൻ ആയിരിക്കും ഈസ് നോട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമുക്കൊരു ടെർണറി ഓർ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ ഓപ്പറേറ്റേഴ്സൊക്കെ തന്നെ കമ്പൈൻ ചെയ്യുന്നതാണ്. സോ ഇത് നമ്മൾ if else ഒക്കെ പഠിച്ചാലേ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ബട്ട് മോർ ഓർ ലെസ് നമുക്ക് ബേസിക്കായിട്ട് ഓപ്പറേറ്റേഴ്സ് എല്ലാം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ വി ഹാവ് ലൈക്ക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, എക്സ്പോണൻറ്റ്, മോഡുലസ്. ദെൻ വി ഹാവ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വിച്ച് ഈസ് എ സിംഗിൾ ഓപ്പറേറ്റർ, ഈക്വൽ സിമ്പിൾ വരുന്നത്. ദെൻ വി ഹാവ് കമ്പാരിസൺ ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അതിനുശേഷം നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ, ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ. ദെൻ നമുക്ക് വരുന്നത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ഇൻ ആൻഡ് നോട്ട് ഇൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ കണ്ടത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇത്രയാണ് പൈത്തൺ ഓപ്പറേറ്റേഴ്സിൽ റിമൈനിങ് നമുക്ക് വരുന്ന അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് വരുന്നത്. ഇത് വെച്ചുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ ഡേറ്റയിൽ മോസ്റ്റ്ലി ചെയ്യുന്നത്.